ആൺകുട്ടികൾ പെൺകുട്ടികളെ ടച്ച് ചെയ്താൽ അവരെന്ത് വിചാരിക്കും? ടച്ച് ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? എനിക്കതൊന്നും അറിയില്ലെങ്കിലും എഞ്ചിനീയറിംഗിൽ ഒരു ചേച്ചി പറഞ്ഞത് ടച്ച് ചെയ്യാതിരിക്കുമ്പോ നല്ലവനും വിവരമുള്ളവനാണെന്ന് തോന്നാറുണ്ട്. ടച്ച് ചെയ്താ പിന്നെ എന്താ ടച്ച് ചെയ്യാത്തെന്ന് തോന്നുന്നു. എത്ര ഹാപ്പിയാ ഞാനെന്ന് അറിയോ നിനക്ക്? നിനക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, എനിക്ക് നീയെന്ന് വെച്ചാ എന്തൊക്കെയോ ഫീലിങ്സാ. ഉറങ്ങാൻ കിടക്കുമ്പോഴേ നിന്നെ കുറിച്ച് ആലോചിക്കുന്നെ. ആദ്യമൊക്കെ വെറുതെ നിഴല് മാത്രമേ ഓർമ്മ വരുള്ളൂ, നിന്റെ ഫേസ് ക്ലിയർ ആവേ ഇല്ല. ശരിക്കും ആലോചിച്ച് കിടക്കും ഞാൻ, അതുകൊണ്ട് ഉറക്കവും വരില്ല. ഇടയ്ക്ക് സഡൻ ആയിട്ട് ഓർമ്മ വരും, പിന്നെ അത് വീണ്ടും മിസ്സായി പോവാതിരിക്കാൻ അതിന്റെ സ്ട്രഗിൾ. എന്തൊക്കെയോ വല്ലാത്ത ഫീലിങ്സ്. ടോട്ടലായിട്ട് ഈ സന്തോഷം ഇപ്പോഴും നല്ല എപ്പോഴും വേണം. നമുക്ക് പെട്ടെന്ന് ഈ ഇന്റർ കംപ്ലീറ്റ് ചെയ്താല് എംസെറ്റിൽ നിനക്കൊരു റാങ്ക് എനിക്കൊരു റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് ഒരേ കോളേജിൽ ചേരാം. 4 സെമസ്റ്റർ ഹാപ്പി ആയിട്ട് ആരുടെ ശല്യമില്ലാതെ ക്ലോക്ക് ഇല്ലാത്ത ലോകം പോലെ അടിച്ചു പൊളിച്ചാലോ. അത് കഴിഞ്ഞാൽ നിനക്കൊരു സോഫ്റ്റ്വെയർ ജോബ് എനിക്കൊരു സോഫ്റ്റ്വെയർ ജോബ് കിട്ടിയാൽ സെറ്റിൽ ആവും നമ്മള്. അപ്പോഴ് ലൈഫ് ഇന്നത്തെ പോലെ എന്നും ഹാപ്പി ആയിരിക്കും അല്ലേ? കൺഫേം പറമാലോ? കൺഫേമാ പറയുന്നേ? കൺഫേം അല്ലേ? കൺഫേം. I love you. അയ്യോ ദൈവമേ, നീ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഇത് കേട്ടപ്പോ എനിക്കും എന്തോ പോലെ തോന്നുന്നു. അതിനിപ്പോ എന്താ, സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോ ഞങ്ങൾ സ്ഥിരമായി മതിൽ ചാടാറുള്ളതാ. ടെൻഷൻ ആവണ്ട, ഞാൻ കോച്ചിങ് തരാം. ബാ എഴുന്നേക്ക്. അങ്ങോട്ട് നോക്കി. ഹലോ ചേട്ടാ, ചേട്ടാ വേറെ നല്ല പാട്ടില്ലേ? ഗജനിലെ പാട്ട്. ആ പാട്ട് മതി. മൈ ഹാർട്ട് ഈസ് ബീറ്റിംഗ്. വേണ്ട, ഗജനിലെ പാട്ട് മതി പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി ശരി ശരി. ഹലോ ചേട്ടോ, ഒന്ന് വേഗം പോന്നേ. വേണ്ട വേണ്ട വേണ്ട, പതുക്കെ പോയാ മതി, പതുക്കെ പോയാ മതി. ശരി, എന്നാ നീ പതുക്കെ വന്നാ മതി. അപ്പൊ ചേട്ടാ ഒന്ന് നിർത്തിക്കൂടെ? ഇവരിവിടെ ഇറങ്ങിക്കോട്ടെ. എന്താ പറ്റിയ? ഓട്ടോ എന്തിനാ നിർത്തിയത്? നിങ്ങളെ ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? അതാണോ? ഇവള് വെറുതെ തമാശക്ക്. മോനേടാ, 10 മിനിറ്റ് നേരം നിനക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടോണ്ട് നീ ഇതിലിരുന്നു. ഇവളെ ഒന്ന് കുറച്ചു നേരത്തേക്ക് വേണം, ഒരിത്തിരി ജോലിയുണ്ട്. പൊന്നു മോളെ, ചക്കരെ, നീ ഒന്ന് ഇറങ്ങിക്കേ. സ്വപ്ന, ഇതിൽ ചവിട്ടിക്കയറ്. വാ വേഗം. മതിലിന്റെ മുകളിൽ താഴെ കയറുന്ന ഒരു വീപ്പയിലായിരിക്കും. അവിടുന്ന് ചാടി ലെഫ്റ്റ് നോക്കിയാൽ മതി. ആ കാണുന്ന നേരെ ഹോസ്റ്റലായിരിക്കും. ആലോചിച്ച് കണ്ട വേഗം വേഗം. അയ്യോ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. സ്വപ്ന, സേഫ് അല്ലേ? നീ സേഫ് അല്ലേ? നീ എന്തൊന്നും മിണ്ടാത്തെ? എവിടെ പോയതാടാ ഇന്നലെ? ഇന്നലെ നിനക്ക് ഔട്ടിങ്ങില്ലായിരുന്നല്ലോ, പിന്നെന്തിനാ പുറത്തു പോയത്? അത് സാർ, എന്റെ ചിറ്റപ്പൻ. രണ്ടുപേരും കൂടി ഇന്നലെ എവിടാ പോയത്? പോയത് എവിടാന്ന് ഞാൻ പറഞ്ഞാലോ?
ലോകം പോലും മറന്നുള്ള പ്രണയം. ഇത്ര ചെറുപ്രായത്തിലെ പ്രേമൊന്നും പറഞ്ഞ് വേഷം കെട്ടി ഇറങ്ങിയാൽ നിങ്ങളുടെ അച്ഛനമ്മമാർ എന്ന് മാത്രം വേദനിക്കുന്നറിയോ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ തോന്നിയാസം കാട്ടുമ്പോ അവർ രാപ്പകലില്ലാതെ സ്വപ്നങ്ങൾ കണ്ട് നിന്റെയൊക്കെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവും. 1 മാസം കൂടി കഴിഞ്ഞാൽ എക്സാം ആണെന്നുള്ള കാര്യം അറിയോ? നിങ്ങളെ ഞാൻ വെറുതെ വിട്ടാൽ ഈ കോളേജിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ നാശമായി പോകും. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ ഉണ്ടാവരുത്. എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. Go and get your father. Get lost. Go. നിനക്ക് കണ്ണൊന്നും കണ്ടൂടെ? നിങ്ങൾക്ക് നന്നായി കാണാലോ. അല്ല പിന്നെ പഠിച്ച് റാങ്ക് വാങ്ങി പേപ്പറിൽ പടം വരണമെന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഈ മാതിരി പടം വരണമെന്നല്ല. Get out. 24 മണിക്കൂറും പഠിപ്പിക്കണ കോളേജാണെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം അറിയാൻ താമസിച്ചു പോയി. എന്തിനും ഏതിനും കായ എണ്ണി വാങ്ങുന്നതല്ലാതെ ഇവിടെ പിള്ളേരെന്താണ് ചെയ്യണമെന്ന് നോക്കാനുള്ള ബാധ്യതയും കൂടി നിങ്ങൾക്കില്ലേ? ഇങ്ങോട്ട് നോക്ക്. മരം നമ്പർ 1 ആയിരുന്ന ആട്ടോമാറ്റിക്കായി കായ് നമ്പർ 1 ആയിക്കൊള്ളും. കോളേജ് നമ്പർ 1 ആയാലേ പ്രിൻസിപ്പാളും നമ്പർ 1 ആവുള്ളൂ. എന്തരാണോ കറക്റ്റ് എന്ന് വെച്ചാ അത് മാത്രമേ ചെയ്യാവൂ. ഈ കോളേജിൽ 4000-ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ മകൾ മാത്രമാണ് ഇങ്ങനെ പോയതെങ്കിൽ മരം നിങ്ങളോ അതോ ഞാനോ? ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞല്ല, എല്ലാം വേഗം കെട്ടിപ്പറക്ക്. അളിയൻ സ്വപ്നം അവിടെ അച്ഛൻ വന്ന് കൊണ്ടുപോകുന്നതാ. വണ്ടി എടുക്കടാ. മഴ കാരണം കണ്ടില്ലേ, എന്തായിരുന്നു തുറക്കണത്? അടക്കി.
ഇരിക്കെ. എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടടാ. എല്ലാരും പോലെയല്ല, വളരെ ഡിഫറന്റ് ആണ് നീ. ലൈഫിനെ ഡിഫറന്റ് ആംഗിളിൽ കാണുമെന്ന് പറഞ്ഞത് ഡിഫറന്റ് ആംഗിളിൽ ഫോട്ടോ എടുക്കുമെന്നായിരുന്നോടാ. നിനക്ക് ഓർമ്മയുണ്ടോ? 4 കൊല്ലം നിനക്ക് ഗ്യാരണ്ടി തരാമോ എന്ന് ചോദിച്ചില്ലേ? ഇപ്പോഴുണ്ടോ ആ ഗ്യാരണ്ടി? ഇപ്പോഴെന്താ സാർ, അവൾ എപ്പോഴും എന്റെ അല്ലേ? ലൈഫ് മൊത്തം ഇപ്പോഴെങ്ങ് ഫിക്സ് ചെയ്തോ നീ? പിന്നെന്തിനാ സാർ നമ്മൾ ലവ് ചെയ്യുന്നേ? ഗുഡ്, വെരി ഗുഡ്. മോശമല്ല, ലവ് വളരെ ക്ലിയർ ആണല്ലേ. പക്ഷേ എക്സാമിന്റെ കാര്യം? എന്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴേ അറിയാം സാർ. ഈസി ആയിട്ട് ഞാൻ പാസ്സാവും. ഏയ് എടാ, നിന്റെ ഈ ടാലന്റ് വെച്ചിട്ട് ജസ്റ്റ് പാസ് പോരാ, ഫസ്റ്റ് ക്ലാസ് വേണം. നമ്മളെപ്പോഴും കയറുന്ന പടികള് വളരെ ശ്രദ്ധിച്ചു വേണം കയറാൻ. മുകളിലുള്ള പടിയെ മാത്രം നോക്കി നടക്കരുത്, തെന്നി വീണു പോവും. യു വിൽ ഫാൾ ഡൗൺ. യാ, ഫസ്റ്റ് നീ പാസ്സാകണമെങ്കിൽ തന്നെ എക്സാം എഴുതണം. എക്സാം എഴുതണമെങ്കിൽ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ നിന്റെ അച്ഛനെ കൊണ്ടുവരണ്ടേ? ഞാൻ കൊണ്ടുവരും സാർ. എന്തു പറഞ്ഞു കൊണ്ടുവരും? അതുകൊണ്ട് ഞാൻ ആ പേഴ്സണലായി പ്രിൻസിപ്പളിനോട് റിക്വസ്റ്റ് ചെയ്ത് നിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. നിനക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് വെറുതെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാതെ ജസ്റ്റ് ഫോക്കസ്, ഫോക്കസ്. എക്സാമിന് ഇനി 1 മാസമല്ലേ ഉള്ളൂ. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. കരിയർ നന്നായ എല്ലാം താനെ വന്നു ചേരില്ലേ? എഴുന്നേക്ക്, വാ, വാടാ, എഴുന്നേറ്റ്. ഇനി എന്താണ് ഇത്ര ആലോചിക്കാൻ? അവളെ കുറിച്ച് ഓർക്കായിരുന്നു സാർ.